ഹായ് ഓൾ, വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പല ഓൾ പർപ്പസ് ക്ലീനറുകളും നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കി നോക്കാറുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലീച്ച് പോലത്തെ സൊല്യൂഷൻസ്. ഇതിൻ്റെ കൂടെ കൂടുതൽ വൃത്തിയാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല സാധനങ്ങളും മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ അപകടകരമാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ആദ്യത്തേത് എന്താണെന്ന് നമുക്ക് നോക്കാം. വിനാഗിരിയും ബ്ലീച്ചും. ഇത് രണ്ടും നമ്മൾ വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ബ്ലീച്ച് എന്ന് പറയുമ്പോൾ ക്ലോറക്സ് പോലത്തെ ബ്ലീച്ചിങ് സൊല്യൂഷൻസോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ബ്ലീച്ചിങ് പൗഡറോ ഏതായാലും അത് വിനാഗിരിയുടെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഉപയോഗിച്ചാൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേരുമ്പോൾ ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഫോം ചെയ്യും. ഈ ഗ്യാസ് നമ്മുടെ കണ്ണുകൾക്ക് ചൊറിച്ചിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ ചുമയൊക്കെ ഉണ്ടാവുന്നതിന് കാരണമാകും. അതുകൊണ്ട് കൂടുതൽ വൃത്തിയാവുമെന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി ഉപയോഗിക്കരുത്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക. ബ്ലീച്ചിങ് പൗഡർ സാധാരണ തണുത്ത വെള്ളത്തിൽ കലക്കി ഉപയോഗിച്ചാൽ മതി. അല്ലാതെ വേറെ ഒരു വിനാഗിരിയുടെ കൂടെയോ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കൂടെയോ ഒന്നിൻ്റെ കൂടെയും അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഇതുപോലെ തന്നെ ബ്ലീച്ചും അമോണിയയും. നമ്മൾ ബ്ലീച്ചും വിനാഗിരിയുടെയും പറഞ്ഞ പോലെ തന്നെയാണ് ബ്ലീച്ചും അമോണിയയും കൂടെ കൂട്ടിക്കലർത്തി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാലും നമുക്കിതുപോലെ തന്നെ കണ്ണുകൾക്ക് ചൊറിച്ചിലും അതുപോലെ ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ചുമയൊക്കെ ഉണ്ടാവുന്നതിന് അത് കാരണമാക്കും. അടുത്തത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലീച്ചും അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനറും. ബ്ലീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോറക്സ് പോലത്തെ ബ്ലീച്ചോ അല്ലെങ്കിൽ സാധാരണ ബ്ലീച്ചിങ് പൗഡറോ അതുപോലെ തന്നെ ഹാർപ്പിക്കോ അല്ലെങ്കിൽ ക്ലോറക്സിൻ്റെ തന്നെ ടോയ്ലറ്റ് ക്ലീനേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് രണ്ടും ഒരിക്കലും കൂട്ടിക്കലർത്തി ഉപയോഗിക്കരുത്. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തുമ്പോൾ ക്ലോറാമിൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഫോം ചെയ്യും. ആ ഗ്യാസും ഇതുപോലെ തന്നെ കണ്ണുകൾക്ക് ചൊറിച്ചിലുണ്ടാവുന്ന അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ചുമയൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാകും. ഒരു പരിധിയിൽ കൂടുതൽ ഇതിൻ്റെ അളവ് കൂടുവാണെങ്കിൽ ഈ ഗ്യാസിൻ്റെ അളവ് കൂടുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അൺകോൺഷ്യസ് ആയി പോകാനും അതുപോലെ മരണം വരെ സംഭവിക്കാനും ഇടയാകും. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കൂടുതൽ വൃത്തിയാവുമെന്ന് വിചാരിച്ചിട്ട് ക്ലോറക്സും അതുപോലെ ടോയ്ലറ്റ് ക്ലീനറും കൂടെ മിക്സ് ചെയ്ത് ഒരിക്കലും ഉപയോഗിക്കരുത്. അടുത്തത് ഹൈഡ്രജൻ പെറോക്സൈഡും വിനാഗിരിയുമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചില ആൾക്കാർ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴും പാരാസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പോയിസണസ് ഗ്യാസാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തനിയെ ഉപയോഗിക്കാം, പക്ഷെ ഒരിക്കലും മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതിന് മുന്നത്തെ ഒരു ക്ലീനിങ് വീഡിയോയിൽ ഓൾ പർപ്പസ് ക്ലീനർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1/2 കപ്പ് വിനാഗിരിയിലേക്ക് 1 കപ്പ് നമ്മുടെ സാധാരണ വെള്ളം ഒഴിച്ചതിന് ശേഷം ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽസ്, നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽസ് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അടുത്തത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓടായിട്ട് തോന്നിയേക്കും. ബേക്കിംഗ് സോഡയും വിനാഗിരിയും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതെപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കണം. അതായത് എപ്പോഴാണോ നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് അതിന് ജസ്റ്റ് മുന്നേ മാത്രമേ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് തീരെ വായുസഞ്ചാരമില്ലാത്ത കുപ്പിയിലൊക്കെ അടച്ചു വെച്ച് ഉപയോഗിക്കരുത്. ചിലപ്പോൾ കുപ്പിയൊക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് കാരണമാകും. ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഏത് ഭാഗത്താണോ നമുക്ക് വൃത്തിയാക്കേണ്ടത് ആ ഭാഗത്ത് ബേക്കിംഗ് സോഡ ജസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം അതിന് മേലേക്ക് വിനാഗിരി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കത് വൃത്തിയാക്കിയെടുക്കാം. അതല്ലാതെ കുപ്പിയുടെ ഉള്ളിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീട് വൃത്തിയാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ ബ്ലീച്ചിങ് പൗഡറും അല്ലെങ്കിൽ ബ്ലീച്ച് ക്ലോറക്സ് പോലത്തെ ബ്ലീച്ചും ടോയ്ലറ്റ് ക്ലീനറും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്.
ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ്. ഞാൻ ഇതുപോലെ ചെയ്യുമായിരുന്നു. ടോയ്ലറ്റ് നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ക്ലോറക്സും അതുപോലെ ടോയ്ലറ്റ് ക്ലീനറും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ എല്ലാം എനിക്കിങ്ങനെ ശ്വാസം മുട്ട് പോലെ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ മിക്സ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളും അത് ശ്രദ്ധിക്കുമല്ലോ. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും താങ്ക്